ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നതേ നോമ്പൊക്കെ തുറക്കുമ്പോൾ നല്ലൊരു ബട്ടൂരാട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ ഇട്ടു അറിയാത്തവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ബട്ടൂര ഉണ്ടാക്കിയാലേ നല്ല ഇറച്ചിക്കറിയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാട്ടോ. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ ഒന്ന് നോക്കാം. ഇത് നോമ്പ് തുറക്കുമ്പോഴും നോമ്പിനെ കാര്യം ക്ഷണിക്കുമ്പോഴൊക്കെ നല്ലൊരു ഇതാട്ടോ, പലഹാരമാട്ടോ. അല്ലേ, ഇതിങ്ങനെ പൊരിച്ചെടുത്താൽ മതി. എണ്ണ നല്ലോണം ചൂടാകാൻ ബൈക്കിട്ടിട്ടേ നല്ലൊരു ടേസ്റ്റാണിത്. നമ്മൾ ബട്ടൂരൊക്കെ ഉണ്ടാക്കിയിട്ടേ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്ത് വെക്കണേ. ആ കുഞ്ഞ് ബെല്ലൈക്കണൊക്കെ ഒന്ന് അടിച്ച് പൊട്ടിച്ചേ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതണ്ടേ നല്ലോണം പൊള്ളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇത് നല്ല കഴിക്കാൻ ഇറച്ചിക്കറിയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാട്ടോ. ഇനി വെറുതെ നിങ്ങൾ ചായയുടെ കൂടെ കഴിക്കാനത് നല്ല ടേസ്റ്റാട്ടോ. എണ്ണയൊന്നും കുടിക്കുക തന്നെ അല്ല കേട്ടോ. ഇങ്ങനത്തെ ഒരു പാന് തീമക്കുകയാണെങ്കിൽ 3 4 നമുക്ക് ഒപ്പം പൊരിച്ചെടുക്കാൻ പറ്റും. ഇതല്ലേ നല്ലൊരു ടേസ്റ്റ് അത് ഉണ്ടാക്കിയാൽ. നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടോ. അതിന് കുറച്ച് ചൂടുപാലിൽ കുറച്ച് ഈസ്റ്റ് ഇട്ട് കേട്ടോ. കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. ചെറിയ ചൂടുള്ള പാലെടുക്കുക, കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. നിങ്ങൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്തോളി. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കട്ടോ. ഞാനിപ്പോൾ 1 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. 2 കപ്പ് മൈദമാവേറ്റാണ് ഉണ്ടാക്കണം. അതിക്കില്ല കൂട്ട് റെഡിയായിട്ടത് പാലും പഞ്ചസാരയും ഈസ്റ്റും. ഇത് കുറച്ച് നേരം ഇങ്ങനെ വെച്ചാൽ പൊങ്ങി വരും കേട്ടോ. ഇതൊക്കെ നല്ലോണം പൊങ്ങി വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കപ്പിന് 2 കപ്പ് മൈദമാവ കേട്ടോ ഞാൻ എടുത്തിക്കണത്. ഇനി നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് കുഴക്കുമ്പോൾ അധികം ആകുകയാണെങ്കിൽ കുറച്ച് പൊടിയും കൂടി ഇട്ടുള്ളൂ കേട്ടോ. വെള്ളം അധികം ആകുകയാണെങ്കിൽ ഈ പാല് വാർന്ന് കുഴച്ചിട്ട് പാല് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളം വേണമെങ്കിൽ കുറച്ച് ചേർക്കട്ടോ. അങ്ങനെ നമ്മൾ ലേശം സൺഫ്ലവർ ഓയിലും ഒഴിക്കുന്നുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കുക. അപ്പോഴത്തേന് നമ്മളെ പാലിൽ ഈസ്റ്റൊക്കെ ഇട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ ഗേസ് ഇതിൽ ലേശം ഉപ്പിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് തൈരാട്ടോ. 1 ടീസ്പൂണ് തൈര് ഇതിലൊഴിച്ച് കൊടുക്കട്ടോ. ഇതിക്കിപ്പോൾ ഞാൻ ഈ 2 കപ്പ് പൊടിക്ക് 1 ടീസ്പൂൺ തൈരാട്ടോ, കട്ട തൈരാട്ടോ എടുത്തുക്കണത്. ആ തൈരും കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കട്ടോ. ഇതൊക്കെ എല്ലായിടത്തും കൂടി ഒന്ന് യോജിച്ചുമ്പോഴേ നമ്മൾ പാലിൽ ഈസ്റ്റും പഞ്ചസാരയൊക്കെ ഇട്ടുവെച്ച പാലുണ്ടല്ലോ, ചെറിയ ചൂട് പാൽ, അതും ഒന്ന് ഒഴിച്ചുങ്ങാണ്ട് നന്നായി കുഴച്ചെടുക്കുക. നിങ്ങൾ 2 മിനിറ്റൊക്കെ വെച്ചാൽ മതി കേട്ടോ. നിങ്ങൾ അപ്പളെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഓൾറെഡി നമ്മൾ ഈ പൊടിയൊക്കെ ഇങ്ങനെ കുഴച്ചുങ്ങാണ്ട് കുറച്ച് നേരം വെക്കുമല്ലോ, അപ്പോൾ നല്ലോണം പൊങ്ങി വരും കേട്ടോ. ഈസ്റ്റൊക്കെ ഇട്ടുകൊണ്ട് ചെറിയ ചൂട് പാലാവുമ്പോഴേ എളുപ്പം ജോയിൻ്റ് ആവും. അങ്ങനെ നമുക്ക് ഇതൊക്കെ ഒന്ന് കുഴച്ചെടുക്കട്ടോ. ഇത് കുഴക്കുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ കയ്യിലായിക്കോളി. നെയ്യാക്കിയാലും മതി കേട്ടോ. നെയ്യാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാക്കണം. അങ്ങനെ ഇതൊക്കെ ഒന്ന് നല്ലോണം കുഴച്ചിട്ടേ നല്ലോണം ഉരുളയാക്കിയിട്ട് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിപ്പോൾ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ആ പാൽ കൊണ്ട് തന്നെ കുഴച്ചത്. ആ പാൽ ഇതിലേക്ക് പാകമായിരുന്നു. അങ്ങനെ ഗേസ് ഇതൊക്കെ കുഴച്ചെടുത്തിട്ടേ അത്യാവശ്യം നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കുക. അധികം കുഴക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഈ പൊടിയൊക്കെ ഒന്ന് സെറ്റായാൽ മതി. ഒക്കെ ഒന്ന് ഉരുട്ടിങ്ങാണ്ടൊന്നും എടുത്താൽ മതി കേട്ടോ, സെറ്റായിങ്ങാണ്ട്. അങ്ങനെ ഇതൊക്കെ നല്ലോണം കുഴച്ചിട്ടേ നമുക്കൊരു ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ നല്ലോണം മൂടി വെക്കട്ടോ. നല്ല അടപ്പില്ലൊരു പാത്രത്തിൽ 1/4 മണിക്കൂർ 1 മണിക്കൂർ നേരം വെച്ചാൽ മതി കേട്ടോ. അപ്പം തന്നെ പൊങ്ങി വരും. നിങ്ങൾ 2 മണിക്കൂറാണെങ്കിൽ 2 മണിക്കൂർ വെച്ചോളി. 1 മണിക്കൂർ വെച്ചാൽ തന്നെ അത് നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. ഒന്ന് അടച്ചു വെച്ചാൽ മതി. അങ്ങനെ ഗേസ് നമ്മുടെ പൊടിയൊക്കെ നല്ലോണം കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് നോക്കാം. നിങ്ങൾ അടുപ്പത്തില്ല ജോലിയും വേറെ എന്തെങ്കിലും ജോലിയൊക്കെ എടുത്തുക്കണമെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടാവും, സോഫ്റ്റായി വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് ഞാൻ ഇറച്ചിയൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ച് ഇതിലെ കറിയും വരട്ടൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഞാൻ ബീഫൊക്കെ അടുപ്പത്ത് മുളകും മഞ്ഞളും മസാലകളൊക്കെ ഇട്ടുങ്ങാണ്ടേ അടുപ്പത്ത് തന്നെ കേട്ടോ വറ്റിച്ചേക്കണത്. വെള്ളമൊക്കെ നല്ലോണം ഒഴിച്ചിട്ടേ അടുപ്പത്ത് കടന്ന് വെന്താൽ നല്ലൊരു ടേസ്റ്റാണ്. മൺചട്ടിയിൽ ബീഫ് വെച്ചിട്ടുണ്ടെങ്കിൽ മൺചട്ടിയിൽ ബീഫ് വെച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് വെന്ത് വരട്ടെ.
അപ്പോൾ തന്നെ നമ്മളെ കൂട്ടൊക്കെ നല്ലോണം നമ്മൾ പൊടി കുഴച്ചതൊക്കെ പൊങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഗെയ്സ് നമ്മുടെ പൊടി കുഴച്ച് വെച്ചതൊക്കെ നല്ലോണം സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതേ ഒന്ന് ഉരുളകളൊക്കെ ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. കുറച്ച് വലിയ ബോൾസ് ആക്കിയാണ്ട് ചെറുനാരങ്ങനക്കായും കുറച്ചുകൂടി വലിപ്പത്തിൽ കുറച്ച് കട്ടി വേണം കേട്ടോ. ഇതിന് വല്ലാതെ കട്ടി കുറച്ച് പരത്താൻ പറ്റില്ല. അങ്ങനെ ഉരുളകളൊക്കെ ഉരുട്ടിയിട്ടേ കുറച്ച് മൈദമാവ് ഇട്ടിട്ട് കുറച്ച് പൊടി ഇട്ടാതെ പരത്തിയെടുക്കുക. നല്ലോണം ഉരുട്ടിങ്ങാണ്ടി നമുക്കേ ഒരു പത്തിരിക്കല്ലിൽ നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. അങ്ങനെ പൊടികളൊക്കെ ഇട്ടിട്ടാണ് പരത്തിയെടുക്കുക. എന്നിട്ട് ഇത് മുറിച്ചെടുക്കുക കരം ത്രികോണമായിട്ട് മുറിച്ചെടുക്കുക കരം. എന്നിട്ട് മുറിച്ചെടുത്തിട്ട് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ടേ നന്നായി വറുത്തെടുക്കുക. അപ്പുറം മറിച്ച് കണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മളെ ബട്ടൂരൊക്കെ പരത്തി 4 ഭാഗമാക്കി മുറിച്ചെടുക്കട്ടെ നമുക്ക്. ഇതിപ്പോൾ ഇനി ബൂരിൻ്റെ പോലെ ചെറുതാക്കി ഇങ്ങനെ വട്ടത്തിൽ വേണമെങ്കിൽ അങ്ങനെയും പരത്തട്ടോ. ഇതിങ്ങനെ പരത്തുമ്പോൾ അധികം എണ്ണ വേണ്ട. നമുക്ക് എണ്ണയിൽ കുറേ ഇട്ടുങ്ങാണ്ട് പൊരിച്ചെടുക്കാം. എണ്ണ വല്ലാതെ കുടിക്കില്ല. വലിയ പത്തിരി ആകുമ്പോൾ കുറേ എണ്ണ വേണ്ടേ. ഇങ്ങനെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാട്ടോ. പല രൂപത്തിലും ഇത് ഉണ്ടാക്കട്ടോ. നിങ്ങൾ പത്തിൻ്റെ മാതിരി വേണമെങ്കിൽ ചെറുതായി പരത്തിങ്ങാണ്ട് അങ്ങനെ ബൂരിൻ്റെ പോലെ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടായിക്കോളി. ഞാൻ അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കിക്കണത്. നല്ലൊരു ടേസ്റ്റാട്ടോ. ഇറച്ചിക്കറിയുടെ കൂടെയും മുട്ടക്കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ. ഇനി വെറുതെ ഞങ്ങൾ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. എന്നാൽ നമുക്ക് നമ്മളെ പത്തിരിയൊക്കെ ഒന്ന് പരത്തിയെടുത്താലോ. വീഡിയോയിലേക്ക് പോവാം.
അങ്ങനെ നമ്മളെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഇത്തിരി എണ്ണ ഒഴിച്ച് വെക്കും. ഇങ്ങനെ പരന്ന പാൻ എടുത്തോയിട്ടില്ലേ 3 4 കിടന്ന എണ്ണ നല്ലോണം തിളച്ച് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് തിളച്ച് വരുമ്പോൾ അതിൽ ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് പിന്നെ ഫ്ലെയിം ഒന്ന് ചെറുതാക്കുക. ഇതിട്ട് കഴിഞ്ഞേക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് കോരിയതിൻ്റെ മുകളിൽ തന്നെ ഒഴിച്ച് കൊടുത്താൽ നല്ലോണം പൊള്ളച്ച് വരും കേട്ടോ. നമ്മൾ പൂരിയൊക്കെ പൊരിക്കണ പോലെ തന്നെ അങ്ങനെ എല്ലാതും നമുക്ക് ചുട്ടെടുക്കട്ടോ. എണ്ണയൊന്നും തുള്ളി കുടിക്കും കേട്ടോ, എണ്ണ കറുത്ത് പോവില്ല. അങ്ങനെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു. നമുക്ക് എല്ലാതും ഒന്ന് പൊരിച്ചെടുക്കാം.